മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒക്ടോബർ മാസം നമ്മൾ പരിശുദ്ധ കന്യകാ മാതാവിന്റെ ജപമാല മാസമായി ആചരിക്കുകയാണല്ലോ. ഈ പ്രത്യേക അവസരത്തിൽ ജപമാല കൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നു എന്ന് തിരുസഭയുടെ പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിചിന്തനം ചെയ്യാം. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ റൊസാരിയം വിർജിനിസ് മരിയെ എന്ന പ്രബോധനത്തിലൂടെ പരിശുദ്ധ കന്യകാ മാതാവിന്റെ ജപമാലയെ കുറിച്ച് നമ്മെ വ്യക്തമായും കൃത്യമായും പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രബോധനമനുസരിച്ച് ജപമാല എന്നത് ഈശോ മിശിഹായുടെ ജീവിതത്തിലെ രഹസ്യങ്ങൾ, അല്ലെങ്കിൽ ഈശോ മിശിഹ ആകുന്ന ആ രഹസ്യത്തെ പരിശുദ്ധ കന്യകാ മാതാവിനോടൊപ്പം ധ്യാനിക്കുന്നതാണ്, പ്രാർത്ഥിക്കുന്നതാണ് ജപമാല. മാത്രവുമല്ല, ജപമാല ഒരു വചനാധിഷ്ഠിത പ്രാർത്ഥനയാണ്. ഈശോ മിശിഹായുടെ ജനനം, പരസ്യജീവിതം, മരണം, ഉത്ഥാനം എന്നീ 4 ഗണങ്ങളിൽപ്പെട്ട 20 രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിലെ 18 രഹസ്യങ്ങൾ നേരിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നാം ചൊല്ലുന്ന പ്രാർത്ഥനകളും, സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ഈശോ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നുള്ള പ്രാർത്ഥനയുടെ ആദ്യഭാഗം പൂർണ്ണമായും വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന്, ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അങ്ങനെ വചനത്തെ ആവർത്തിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. വചനത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. ഈശോ മിശിഹായുടെ ജീവിതത്തെ നമ്മൾ ധ്യാനിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം എന്ന് പലരും ചോദിക്കാറുണ്ട്. അത് വളരെ പ്രസക്തമായ ചോദ്യമാണ് താനും. ഈശോ മിശിഹായുടെ ജനനവും പരസ്യജീവിതവും മരണവും ഉത്ഥാനവും നമുക്ക് മാതൃകയാണ്, പ്രചോദനമാണ്. നമ്മുടെയും ജീവിതത്തിലെ പ്രതിസന്ധികളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ, സഹനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവയെ നേരിടുന്നതിന് നമുക്ക് ശക്തി ലഭിക്കുന്നത് ഈശോയുടെ ജനനവും പരസ്യജീവിതവും മരണവും ഉത്ഥാനവും എന്നുള്ള ഈ മഹാരഹസ്യങ്ങളിൽ നിന്നാണ്. ആകയാൽ നമുക്ക് പരിശുദ്ധ കന്യകാമറിയത്തോടൊപ്പം ഈശോയുടെ രഹസ്യങ്ങളെ ധ്യാനിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരിക്കലും മറക്കാതിരിക്കുക, മറിയം നമ്മുടെ മധ്യസ്ഥ മാത്രമല്ല, മാതൃക കൂടിയാണ്. മറിയം പറഞ്ഞതുപോലെ നമുക്ക് പ്രവർത്തിക്കാം. അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിനെന്ന മറിയത്തിന്റെ ആഹ്വാനം നമുക്ക് സ്വന്തമാക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.